ഇന്ത്യയിലെ ഫുട്ബോൾ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ ഇനി ചെർപ്പുളശ്ശേരിക്കാരനും. മാരായമംഗലം സ്വദേശി സലാഹുദ്ദീനാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ റഫറിയായി സെലക്ഷൻ ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ റഫറിയായി സെലക്ഷൻ ലഭിച്ച 2 പേരിൽ ഒരാളാണ് സലാഹുദ്ദീൻ. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ റഫറിയായി സെലക്ഷൻ ലഭിക്കാൻ ഏറെ കടമ്പകൾ കടക്കണം. ഇത് ലഭിച്ച ചുരുക്കം ആളുകളിൽ ഒരാളാണ് മാരായമംഗലം മപ്പാട്ടുകര സ്വദേശി സലാഹുദ്ദീൻ. ഫുട്ബോൾ പ്രേമിയായ സലാഹുദ്ദീൻ കഴിഞ്ഞ 10 വർഷത്തോളമായി കളിക്കളത്തിലുണ്ട്. കേരളത്തിലെ മിക്ക ക്ലബ്ബുകൾക്കും പ്രാദേശിക ജില്ലാ മത്സരങ്ങൾക്കു വേണ്ടിയും ബൂട്ടണിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കീഴിൽ നാഷണൽ റഫറിയായി പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഈ ഒരു ജേർണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. പ്രൊഫഷണലായിട്ട് കേരളത്തിലെ ഏകദേശം ഒരു 10 വർഷത്തോളം കളിച്ചു. ഞാൻ കേരളത്തിലെ മിക്ക ക്ലബ്ബുകൾക്കും കളിച്ചു. സെവൻസ് പോലത്തെ മിക്ക ക്ലബ്ബുകൾക്കും കളിച്ചു. പാലക്കാട് ജില്ലാ ടീം, സീനിയർ ടീമിന്, ജൂനിയർ ടീമിന്, സബ് ജൂനിയർ ടീമിന് കളിച്ചു. കേരള ജൂനിയർ ടീമിനെ പ്രതിനിധീകരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഇഞ്ചുറി ആയതിനു ശേഷം ഇതൊരു പാഷനാണല്ലോ, ഫുട്ബോൾ എന്ന് പറഞ്ഞത് ഒരു പാഷനാണ് നമുക്ക്. അപ്പോൾ ഈ ഫുട്ബോൾ വിടാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സന്ദർഭം എത്തിയപ്പോഴാണ് എൻ്റെ അടുത്ത് റഫറിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കരിയർ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത്. ചെറിയ പരിക്കു പറ്റി കളിയിൽ നിന്നും ഇടവേളയെടുത്ത സലാഹുദ്ദീൻ റഫറിംഗ് എന്ന മേഖല തിരിച്ചറിഞ്ഞ് അതിനായി ശ്രമം തുടങ്ങുകയായിരുന്നു. ഇതിനായി പാലക്കാട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നൽകിയ പരീക്ഷകളിലൂടെയും ക്ലാസ്സിലൂടെയും ഫിറ്റ്നസ് ടെസ്റ്റിലൂടെയും കാറ്റഗറി 8 ഉൾപ്പെടുന്ന ജില്ലാതല മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന കേരള ഫുട്ബോൾ അസോസിയേഷന് കീഴിൽ റഫറിയായി ചുവടുറപ്പിച്ചു. അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ സമയത്താണ് നമ്മൾ ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ, പാലക്കാട് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ ഒരു റഫറീസ് ക്ലിനിക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ക്ലിനിക്കിൽ പങ്കെടുത്തു. അവിടെ ഞങ്ങൾക്കൊരു 7 ദിവസത്തെ ക്ലാസ് കിട്ടി. ആ ക്ലാസ് കിട്ടിയതിന് ശേഷം ഞങ്ങളൊരു പ്രാക്ടിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് കൊടുത്ത് അതിൽ പാസ്സായി. അതിൽ എക്സാം എഴുതി പാസ്സായി. അന്ന് ഞങ്ങൾ എക്സാം എഴുതി പാസ്സായപ്പോഴാണ് ഞാനൊരു കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ കീഴിൽ ഒരു റഫറി മാറിയത്. അന്ന് കാറ്റഗറി 8 ഞാൻ ഫസ്റ്റ് എൻറോൾ ചെയ്യുന്നത്. ഒരു വർഷത്തിനു ശേഷം പ്രൊമോഷൻ ടെസ്റ്റിലൂടെ കാറ്റഗറി 7, 6 എന്നിങ്ങനെ നേടുകയും കേരള തലത്തിലുള്ള മത്സരങ്ങളിൽ റഫറിയാവുകയും ചെയ്തു. തുടർന്ന് നാഷണൽ റഫറിയാകണമെന്ന ആഗ്രഹമാണ് കാറ്റഗറി 5 എത്തിച്ചത്. 5 വർഷത്തെ കഠിന പരിശ്രമം ഇതിന് പിന്നിലുണ്ടെന്നും അസാമിൽ വെച്ച് നടന്ന നാഷണൽ യൂത്ത് ഫുട്ബോൾ മീറ്റിൽ റഫറിയാകാൻ സാധിച്ചതായും സലാഹുദ്ദീൻ പറഞ്ഞു. അതേമാതിരി കാറ്റഗറി 6 വെച്ചിട്ട് തന്നെ കേരള പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ അന്നത്തെ ടോപ്പ് മോസ്റ്റ് ഫുട്ബോൾ ലീഗാണ് KPL. ഈ KPL കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 30ഓളം മാച്ചസ് നിയന്ത്രിക്കാൻ പറ്റി. ഏകദേശം നല്ല മാച്ചുകൾ, ഒരുപാട് നല്ല മാച്ചുകൾ നിയന്ത്രിക്കാൻ പറ്റി. കേരള പോലീസ്, കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം കേരള FC, സാറ്റ് തിരൂർ, കേരള യുണൈറ്റഡ് തുടങ്ങിയ നല്ല ടീമുകളുടെ മാച്ച് നിയന്ത്രിക്കാൻ പറ്റി. എക്സ്പീരിയൻസ് ആയി നമുക്ക്. അങ്ങനെ എനിക്ക് നെക്സ്റ്റ് എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റ് എന്നുള്ളത് വന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി നമ്മുടെ ഗോളിയോർ വെച്ചിട്ട് നാഷണൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അവിടെ ഫിറ്റ്നസ് കൊടുത്തു. അതേപോലെ എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമും പാസ്സായി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഗോവയിൽ വെച്ചിട്ട് AFFൻ്റെ കീഴിൽ യൂത്ത് ലീഗ്, അണ്ടർ 17 യൂത്ത് ലീഗിൻ്റെ മാച്ച് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രാക്ടിക്കൽ ടെസ്റ്റും കൊടുത്തു. ഈ 3 ടെസ്റ്റും കടന്നു പോയതിന് ശേഷം നമ്മൾ ബെസ്റ്റ് പെർഫോമറായി, അല്ലെങ്കിൽ നമ്മൾ അതിൽ ക്വാളിഫൈ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ എക്സാമിൽ പാസ്സായി. അങ്ങനെയാണ് എനിക്ക് നാഷണൽ എന്നുള്ള ഈ ഒരു ലേബൽ കിട്ടി. ഇപ്പോൾ ഞാൻ കാറ്റഗറി 5 റഫറിയാണ് ഇപ്പോൾ ഉള്ളത് നാഷണൽ. അതായത് എൻ്റെ ത്രൂ ഔട്ട് ഏകദേശം ഒരു 4-5 വർഷത്തെ ഒരു ഹാർഡ് വർക്ക്, അതിലുള്ള മാച്ച് എക്സ്പീരിയൻസ്, ഇതെല്ലാം കൂടിയിട്ടാണ് ഇപ്പം ഞാൻ നാഷണൽ ആയിട്ടുള്ളത്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിലൂടെ 85 പേരിൽ 21 പേരാണ് പാസ്സായത്. ഇതിൽ കേരളത്തിൽ നിന്ന് 4 പേരുണ്ട്. 2 പേർ അസിസ്റ്റന്റ് റഫറിമാരാണ്. റഫറിമാരായ 2 പേരിൽ ഒരാൾ സലാഹുദ്ദീനും മറ്റൊരാൾ പെരിന്തൽമണ്ണ സ്വദേശിയുമാണ്. എല്ലാ ഘട്ടങ്ങളിലും പരിപൂർണ പിന്തുണ നൽകിയിരുന്നതായി മാരായമംഗലം ഹൈസ്കൂൾ കായികാധ്യാപകൻ വിപിൻ ശങ്കർ പറഞ്ഞു. സലാഹുദ്ദീൻ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഇവിടെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ ഗ്രൗണ്ടിൽ വരുന്ന ആളാണ്. കുറേ യൂണിഫോം ഫോഴ്സിലേക്കുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സാറേ എനിക്കിങ്ങനെ ഒരു ഏറ്റവും നാഷണൽ ലെവൽ റഫറീസിൻ്റെ പാനലിൽ വന്നിട്ടുണ്ട്, എനിക്കിനി ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട്, സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എന്നെ പ്രത്യേകം സാറൊന്ന് കൺസൾട്ട് ചെയ്യണം. അപ്പോൾ എനിക്കത് വളരെ സന്തോഷമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മുടെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഏറ്റവും ഹയർ ലെവലിൽ വരിക എന്നുള്ളത്, അത് എനിക്ക് ഈ നാടിനും അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാനതെടുത്തത്.
കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് കൂടുതൽ അനുഭവങ്ങളും പഠനവും ലഭിക്കുന്നതിലൂടെ ഫിഫ മത്സരങ്ങളിൽ റഫറിയാകണമെന്നാണ് സലാഹുദ്ദീന്റെ ആഗ്രഹം. ഇതിനായുള്ള ശ്രമങ്ങൾ തുടരുമെന്നും സലാഹുദ്ദീൻ പറഞ്ഞു. അപ്പോൾ നമ്മളെ ബെസ്റ്റ് പെർഫോമൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പടിപടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ മാച്ച് കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ജൂനിയറായി ചെയ്ത് ഇനി അങ്ങോട്ട് സീനിയർ ലെവലിലെ മാച്ച് കിട്ടും. അതേപോലെ ഐ ലീഗ് പോലത്തെ, ഐ ലീഗ് 3, ഐ ലീഗ് 2, ഐ ലീഗ് 1 പോലത്തെ മാച്ചുകൾ കിട്ടണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ISL പോലത്തെ മാച്ചുകളിൽ, സന്തോഷ് ട്രോഫി പോലത്തെ മാച്ചുകൾക്ക് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതിന് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മെയിൻ ഡ്രീം എന്നുള്ളത് ഫിഫ എന്നുള്ള ഒരു കടമ്പയാണ്, അതായത് ഇൻ്റർനാഷണൽ റഫറി ആവുക എന്നുള്ളതാണ്. നാട്ടിൽ നിന്ന് ലഭിച്ച പിന്തുണ വളരെ വലുതാണെന്നും കേരള ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും നന്ദി പറയുന്നതായും സലാഹുദ്ദീൻ പറഞ്ഞു. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു നാഷണൽ റഫറി ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റി, അത് എന്നെക്കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരിക്കലുമല്ല. ഇതിൻ്റെ പിന്നിലൊരു നല്ലൊരു ടീം പ്രവർത്തിച്ചിട്ടുണ്ട്. ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ സഹായമുണ്ട്. പേരുകൾ ഒരുപാട് പേര് എടുത്ത് പറയണം എന്ന് ആഗ്രഹമുണ്ട്, ചിലപ്പോൾ മറന്നു പോയാലെന്ന് ഉദ്ദേശിച്ചാലും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെയാണ് എൻ്റെ നാട് മപ്പാട്ടുകരയാണ് ഉള്ളത്. മപ്പാട്ടുകര എന്ന് പറഞ്ഞൊരു കൊച്ചു ഗ്രാമമാണ്. അപ്പോൾ അവിടുന്ന് കിട്ടിയ പിന്തുണ എനിക്ക് വളരെ വലുതാണ്. കാരണം ഞാൻ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് കിട്ടിയ പിന്തുണ എനിക്ക് വളരെ വലുതായിരുന്നു. മപ്പാട്ടുകര സ്വദേശിയായ മുഹമ്മദിന്റെയും നഫീസയുടെയും മകൻ സലാഹുദ്ദീൻ PG വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുണ്ട്. മപ്പാട്ടുകര UP സ്കൂൾ, മാരായമംഗലം ഹൈസ്കൂൾ, ചെർപ്പുളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠനം. CCN ചെർപ്പുളശ്ശേരി.